അപ്പപ്പോ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന പാർട്ടിയുടെ നിലപാട് അറിയാത്ത നമ്മുടെ പാവം ഗോപിയാണ് ശരിക്കും കോവിയായത്. കേരള മുഖ്യമന്ത്രി കസാരയിൽ കണ്ണുവെച്ച ഗോപിയാണ് ശരിക്കും കോവിയായത്. കേരള മുഖ്യമന്ത്രി കസാരയിൽ കണ്ണുവെച്ച ഗോപിയണ്ണന് ഈ നിരാശകൾ മാത്രം ബാക്കി. നമ്മുടെ സുരേഷ് ഗോപി അണ്ണൻ വിചാരിച്ചു കേരളത്തെ BJPയെ നയിക്കുവാൻ കരുത്തുറ്റ ഒരു നേതാക്കന്മാരും ഇല്ല എന്ന്. അങ്ങനെ സിനിമയിൽ നിന്നും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പദം സ്വപ്നം കാണുകയാണ്. അപ്രത്യക്ഷമായി ഇരുട്ടടി കിട്ടുന്നത് പോലെ രാജീവ് ചന്ദ്രശേഖർ എന്നൊരു മനുഷ്യന്റെ കടന്നുവരവ്. അതോടെ സുരേഷ് ഗോപിയുടെ എല്ലാ സ്വപ്നങ്ങളും പൊലിഞ്ഞുപോയി. പിന്നെ അദ്ദേഹം ഒരു ഡമ്മി പോലെ ഇങ്ങനെ നടക്കുകയാണ്. BJPയുടെ എല്ലാ പ്രചാരണത്തിലും രാജീവ് ചന്ദ്രശേഖർ ഉറച്ചു നിൽക്കുകയാണ്. അങ്ങനെ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും ഒത്ത് ഒരു വേദി പങ്കിടാൻ അവസരമുണ്ടായി. ആ അവസരത്തിൽ സുരേഷ് ഗോപി ചെയ്തത് എന്താണെന്ന് നമുക്ക് നോക്കാം. കേരള മുഖ്യമന്ത്രി സ്ഥാനം സ്വപ്നം കണ്ടു നടന്ന നമ്മുടെ സുരേഷ് ഗോപിക്ക് എതിരാളിയായി നിൽക്കുന്ന രാജീവ് ചന്ദ്രശേഖറിന് പൊന്നാട ആരിടും? സുരേഷ് ഗോപിയോ? പൊള്ള